വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ മാർച്ച് 7th ആയിരുന്നു. അപ്പം അങ്കിളൊരു ചെറിയ കുഞ്ഞിപ്പെട്ടിനെ ഗിഫ്റ്റ് തന്നായിരുന്നു കേട്ടോ, പൊമേറിയൻ. അപ്പം പെൺപട്ടിയാണ് കേട്ടോ. അവളെ ഇന്ന് വാക്കിങ്ങിന് കൊണ്ടുപോകുന്ന കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പം നമുക്ക് അവളെ അയക്കാം. ഇവിടെ ഈ ചങ്ങലിടണമെങ്കിൽ കുറച്ച് പണിയാണ്. ഇതാണ് ഇവളുടെ സ്വഭാവം. ഇവിടെ ചങ്ങലിടണമെങ്കിൽ ഇതാദ്യം ലോക്കാക്കിയിട്ട് പിടിച്ചാൽ ഇവിടെ ചങ്ങലിടാൻ പറ്റും. ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് പ്രശ്നം. ചങ്ങലിടാൻ വരുമ്പോൾ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. എന്റെ കാല് വേണം കഴിയുന്നതാണ് എല്ലാം. ഒന്ന് പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. പെട്ടെന്നിട്ട് ഇനി നമുക്ക് ഇനിയും വേറെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടി തീരെ കയറ്റി നിർത്തണം. എന്നിട്ട് പതുക്കെ നമ്മുടെ ഇതിൻ്റെ ഈ ലോക്കം കഴിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഇത് റിലീസാക്കിയിട്ട് എൻ്റെ എത്തോട്ടുണ്ട് കേട്ടോ കട്ടാക്കി. അവളങ്ങനെ ഇറക്കി ഞാൻ ഇച്ചിരി അധികം പരിശീലനമുള്ളത് കൊണ്ട് ഞാൻ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണെന്നാണ് എൻ്റെ ഒരു ഊഹാപോഹം. അപ്പം നമുക്ക് ഇവിടെ നിന്ന് നടത്തിയിട്ട് വരാം. അതിൻ്റെതായ പാടുകളൊക്കെ തന്നെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ കാണാനില്ല. പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടില്ലേ? പട്ടിയുണ്ടോ നോക്കിയേ, തീരെ കുഞ്ഞാതെ തന്നെ ഗായ്സ്. അപ്പം ഇവളെ ഒരു 50 അല്ല ഒരു 60 ദിവസം ഉണ്ടായിരുന്നപ്പോൾ, 60 ഒരു 100 ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും 45 ദിവസമാണ് അത്രയ്ക്കായിട്ട് ഇതായപ്പോഴത്തേക്കും മേടിച്ചാണ് ഗായ്സ്. അപ്പം ഇവളെ ഇവൾക്ക് ഇപ്പോൾ 6 മാസമായി. ഇവൾ പൊമേറിയൻ ഇനം പെൺപട്ടിയാണ്. ഇവളുടെ പേര് പൂപ്പി എന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ നടക്കുന്നു ഗായ്സ്. അപ്പം ഇവളെ ഇറക്കിയതുകൊണ്ട് അങ്ങ് പട്ടി കുറേ നേരമായിട്ട് നോക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ആ കറുത്ത പട്ടി ഇവളെ തന്നെ കുറേ ഗൈസ്, ഇവളെ കാണാനായിട്ട് അങ്ങൂന്ന് കുറേ പട്ടികൾ ഓടി വരുന്നു. അപ്പം ഞങ്ങൾ ഇവളെ കയറ്റാൻ പോവായിരുന്നു, കാരണം വലിയ ഇടങ്ങേറാവും. 2 പട്ടി അപ്പം ആ സൈഡിൽ 2 പട്ടികൾ കിടപ്പുണ്ട്. ഉറക്കത്തില്ല, കണ്ടാൽ മതി ചോടി വീഴുന്നു. നമ്മളപ്പോ ഇതിനെ കയറ്റാൻ പോവാ. ഗൈസ്, അവിടുന്ന് പട്ടി ഓടി വരുന്നുണ്ടോ? കേറ്റി 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 കേറ്റി. ഗൈസ്, ഇവിടെ എത്തി. അപ്പോഴത്തേക്ക് അവളെ അകത്തോട്ട് കയറ്റിയപ്പോൾ അത് പമ്മി പമ്മി നിൽക്കുന്നുണ്ട്. നമ്മൾ ഇവളെ ഇതിൽ എടുക്കാനായിട്ടാണ്. അപ്പോൾ ഇതേ അവിടെ കിടപ്പുണ്ട്. കുറുമ്പത്തി കണ്ടോ? കുറുമ്പത്തി പൂപ്പി. ഒന്ന് കെട്ടു പെട്ടെന്ന്. ഇത് കണ്ട ഗൈസ്, ഇടാൻ സമ്മതിക്കൂല. അവളെ അങ്ങനെ നേരിട്ട് കഴുത്തിലിടാൻ സമ്മതിക്കൂല. അപ്പം ഇങ്ങനെ കോർത്തെടുത്തിട്ട് വേണം ഇത് കഴുത്തിലോട്ട് ഇടാനായിട്ട്. ഇതേ കണ്ട, ഇട്ടിട്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ അവിടം വരെ എല്ലാ ദിവസവും നടത്താൻ കൊണ്ടുപോയിട്ട് അതിൻ്റെ അപ്പുറത്തോട്ട് പോയില്ല, കാരണം അപ്പുറത്തോട്ടൊക്കെ നല്ല പട്ടികളാണ്. അപ്പോൾ നമുക്ക് അവിടം വരെ പോയിട്ട് വരാം. ഗൈസ്, നമ്മളപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കണ്ട, ഞാൻ പറഞ്ഞില്ലേ പട്ടി കിടപ്പുണ്ടെന്ന്. ഇതേ നമ്മളവിടെ 2 പട്ടി കിടപ്പുണ്ട്. അത് കിടന്നുറങ്ങിയാണ്. അത് കണ്ടാൽ പിന്നെ ഭയങ്കര ഇതാണ്. ഞങ്ങൾ അങ്ങോട്ടും കൊണ്ടുവന്നില്ല, ഇവിടം വരെ വരും, വളയ്ക്കും, തിരിച്ചു കൊണ്ടുപോകും. ഉപ്പി നടക്ക. അവള് എന്തുവായി ചെയ്യുന്നേ, എൻ്റെ വീഡിയോ എടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞൊരു ഭാഗത്തില്ല. പിന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ കറക്റ്റ് നല്ല പോസിലൊക്കെ നിന്ന് തരും കേട്ടോ. ഇന്നലെ തന്നെ ഒരു ഫോട്ടോ, ഞങ്ങൾ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നടക്കാൻ. അപ്പോൾ ഇവളുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് കറക്റ്റ് നന്നായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഭയങ്കര ഗമക്കാരിയാണ്. അപ്പോൾ ഗൈസ് അവിടുന്ന് പട്ടിയൊക്കെ എഴുന്നേറ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൊണ്ട് കെട്ടിയിടാം. അപ്പോൾ നമുക്ക് കെട്ടിയിടാം. ഇവളെ ഞങ്ങളിങ്ങനെ നടത്തിയിട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടിയിടും. അവിടെ കുറച്ച് നേരം കിടന്ന് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ അവിടുത്തെ അവിടെ കൊണ്ട് കെട്ടിയിടും. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. അപ്പോൾ ഇവളെ ചെറുപ്പത്തിൽ ഇവളെ ഏതാണ്ട് 45 ദിവസം കണ്ട് പ്രായമുള്ളപ്പോഴാണ് ഇവളെ കൊണ്ടുവന്നത്. പങ്ക് കൊണ്ടുവരുമായിരുന്നു. എൻ്റെ അനിയത്തിക്ക് ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തേണ്ട ബർത്ത്ഡേക്ക്. അപ്പോൾ ഇവൾക്കിപ്പോൾ ഒരു 6 മാസമായി. 6 മാസം പ്രായമായിട്ട് ഗൈസ്. വേണ്ടേ, അത്യാവശ്യം ഒരു കടിക്കുന്ന മട്ടൊക്കെ ഉണ്ട്. പക്ഷെ പരിചയമില്ലാത്തവരെ കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി ഇതാവും. പിന്നെ എൻ്റെ അടുക്ക തന്നെ ഇപ്പോൾ ഉള്ള ഇടയ്ക്കിടയ്ക്ക് മുറുമുറുത്ത് വരാറുണ്ട്. അപ്പോൾ ഞാൻ കാണിക്കാൻ പുറത്ത് പിന്നെ ഉള്ള സ്വഭാവം എന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ ആദ്യം വലിയ കുരയൊക്കെ കാണിക്കും. പിന്നെ അങ്ങ് സ്നേഹമായിരിക്കും. ആദ്യം ഇവളുടെ ഓട്ടം കാണണം. ഉണ്ടപ്പക്കുറ തന്നെപ്പ ഉണ്ടേ ഇങ്ങനെ നിന്ന് കൊടുക്കും. എനിക്ക് പക്ഷെ പേടിയാണ് കേട്ടോ ചെറുതായിട്ടുകളെ. ഗൈസ്, അപ്പോൾ അതാണ്ടേ നമ്മുടെ കൊച്ചി ബുബി. ഗൈസ്, അപ്പോൾ അതാണ്ട് എൻ്റെ അനിയത്തി ഒരു മുക്കൂറ്റിയൊക്കെ പറിച്ച് കൈ പിടിച്ചിട്ടുണ്ട്. എന്തിനാടി ഇത്? അമ്മാമ്മയ്ക്ക് കൊടുക്കാം. ഗൈസ്, അവൾ മുക്കൂറ്റിയും കൊണ്ട് അകത്തേക്ക്. ഗൈസ്, അപ്പം നമ്മുടെ ചെറിയൊരു വീട്ടിലെ ചെറിയൊരു ഗാർഡനാണ് ഇത് ഈ കാണുന്നത്. ഇവിടെ പലതരം സൈസിലെ ചെടികളുണ്ട്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്. അപ്പം ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു ഗൈസ്. എൻ്റെ അനിയത്തി ജസ്റ്റ് ഒന്ന് സൈക്കിളിലൊന്ന് പോയതാണ്. അപ്പോൾ ആ സൈക്കിളിൻ്റെ അവസ്ഥ ഞാനിപ്പോൾ കാണിച്ചു തരാണ്ടേ. ഇടിരിപ്പോണ്ടല്ലേ സൈക്കിൾ. കാരണം ഞാൻ സൈക്കിള് വളച്ചപ്പോഴത്തേക്ക് ചേട്ടൻ വന്നിടിച്ചത്. പക്ഷെ സത്യത്തിൽ അതിൻ്റെ പ്രശ്നമല്ല. ഇതുണ്ടോ, ടയറൊക്കെ വളഞ്ഞ് കണക്കായി ആകെ, ബാക്കിലെയും ഫ്രണ്ടിലെയും ഫുള്ള്. അപ്പം ഇവളെ ആദ്യം കൊണ്ടുവന്ന് പിട്ടേച്ച കൂടാണ് ഇത്. ആണ്ടേ, ഈ റോസാപ്പൂ, കുഞ്ഞു റോസാപ്പൂക്കൾ കണ്ടില്ലേ, ആ രസമില്ല കാണാൻ. പിന്നെ ഒരു ചുമന്ന റോസാപ്പൂ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മൊത്തം മുളക്, ചേൻ ആണ്ടേ, മുളക് കണ്ടില്ലേ, കുഞ്ഞു മുരള്. അപ്പം നമുക്കിതിൽ ആവശ്യമുള്ളതൊക്കെ അപ്പോൾ നമുക്ക് എടുക്കാം. വേണ്ടേ, ഒരു പിങ്ക് റോസാപ്പൂ. ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് വന്നപ്പോ ഗൈസ് പള്ളിയിൽ നിന്ന് കിട്ടിയ ചെറിയൊരു കുഞ്ഞ് മറ്റേ എന്തിട്ടായിരുന്നു അതിൻ്റെ പേര്, ഞാവൽപ്പഴം തൈ 2 നിന്നായിരുന്നു അച്ഛൻ. ചെറിയ ഞാവൽപ്പഴം. അത് ഞാൻ അന്ന് നട്ട് വെച്ചിട്ട് ഞാൻ ഇപ്പോഴും വെള്ളമൊക്കെ ഒഴിക്കും. അങ്ങനെ ഇത്ര ഇപ്പം 2. ഇത് ഞാൻ എൻ്റെ വാശിക്കട്ടെ. ആ ചേട്ടൻ 6 അത് ചേട്ടൻ നട്ടത്. 6 ആദ്യം വളരുന്നതിന് ഞങ്ങൾ നോക്കിയുണ്ട്. ഒരു ചലഞ്ച് പോലെ ഞങ്ങൾ എടുത്തേക്കുന്നത്. ഇതാണ് നമ്മുടെ വാഴത്തോപ്പ്. പിന്നെ വന്നിട്ട് ഞങ്ങളെ ഇത് പയ്യറാണ് കേട്ടോ കൈസ്. ഇതിൻ്റെ അടിയിലേക്ക് പോകാൻ പേടിയാണ്. ഇതിനകത്ത് പച്ചലപ്പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞായിരുന്നു മാമ. ഇനിയും ഇതാണ്. അപ്പം ഞങ്ങളെ ചെറിയൊരു അത്യാവശ്യം കറിക്കൊക്കെ എടുക്കുന്ന ഇതിൽ നിന്നാണ് കേട്ടോ. അപ്പം അമ്മയ്ക്ക് അതിനകത്തേക്ക് ചാരമൊക്കെ എറിഞ്ഞായിരുന്നത് പോകാനായിട്ട്. ഗൈസ്, ഇപ്പം നമ്മുടെ താണ്ടേ ചെമ്മീൻ പുളിക്കകത്തൊരു കൊല ഉണ്ടായി കിടക്കുന്നുണ്ടല്ലേ, വലിയ നാരങ്ങ പോട്ടെ പുളി. അപ്പോൾ ഗൈസ്, ഇന്ന് ഇത്ര ഉള്ള വീഡിയോ. നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.